ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കയുടെ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? മിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കുള്ളൂ. അപ്പോൾ ഞാനും ഇന്നൊരു ചക്കട ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പഴച്ചക്കല്ല കേട്ടോ, സാധാ ചക്കയാണ്. അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് ചക്കയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കൂലേ, ആ ഒരു അരിപ്പൊടി 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിൽക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതേ ഇതിൽക്ക് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ട് കുഴച്ച് എല്ലാ ഭാഗത്തുനിന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയിലുണ്ടായതും കൂടെ ബാക്കിയും കൂടെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ശർക്കര ഉരുക്കിയതാണ്. ശർക്കര ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഏലക്കായയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ആവി കയറ്റണ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് വാഴയിലയിൽ ഈ ഉണ്ടാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഇല ഒന്ന് മടക്കിയിട്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം ചക്കട ഉണ്ടാക്കിയിട്ട് ശരിയായില്ല കേട്ടോ, ഭയങ്കര കട്ടിയായിപ്പോയി. എനിക്കറിയൂലായിരുന്നു. പിന്നെ ഉണ്ടാക്കി ശരിയായപ്പോൾ ഞാൻ വീഡിയോ ഷെയർ ചെയ്യണതാണ്. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ടുള്ള ചക്കട നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ 3-4 ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ശരിയാവോ ഇല്ലേന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് 4 ചെയ്തിട്ട് ഞാൻ വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് കിട്ടി. അപ്പം ഞാൻ ബാക്കിയും കൂടെ സെറ്റ് ചെയ്ത് എല്ലാം വേവിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ചക്കയും ചക്കടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ചക്ക ഒരു മധുരമില്ലാത്തതായിരുന്നു. അപ്പോൾ എനിക്ക് കളയാനും തോന്നുന്നില്ല. അപ്പോഴാണ് ഞാൻ ചക്കട പിന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ക്ഷമയില്ലാണ്ട് ഞാൻ തുറന്നു നോക്കിയിട്ട് ഒരെണ്ണം എടുത്ത് ഞാൻ തിന്നിട്ടാ. അടുത്തത് എടുക്കുകയാണ് 3 4 ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. കണ്ടില്ലേ, നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഭയങ്കര ഒരു കട്ടി പോലെയായിരുന്നു. ഇത്ര ലൂസായിട്ടല്ലായിരുന്നു മാവ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ചൂടുണ്ടേ, കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്